നമസ്കാരം. രാജ്യസഭാ എംപിമാരുടെ യാത്രയയപ്പ് പ്രസംഗത്തിന് മുൻപ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന മൻമോഹൻ സിംഗിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻമോഹൻ സിംഗിന്റെ സംഭാവനകൾ വളരെ വലുതാണ് എന്നും അദ്ദേഹം രാജ്യത്തെ നയിച്ചത് വളരെ ദീർഘമായ ഒരു കാലഘട്ടത്തിലാണ് എന്നും അദ്ദേഹം എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും എന്നുകൂടി മോദി പറഞ്ഞു വെക്കുന്നുണ്ട്. രോഗം ബാധിച്ച് വളരെ അവശ നിലയിൽ ആയിരിക്കുന്ന സമയത്ത് പോലും മൻമോഹൻ സിംഗ് വീൽ ചെയറിലെത്തി രാജ്യസഭയിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇത് ഒരു പാർലമെന്റ് അംഗത്തിന് തന്റെ കടമകളെക്കുറിച്ച് എത്രമാത്രം ബോധ്യമുണ്ടാവണം എന്നതിന്റെ ഉദാഹരണമാണ് എന്നും മോദി ചൂണ്ടിക്കാണിച്ചു. എന്തായാലും വിരമിക്കുന്ന രാജ്യസഭാ എംപിമാരുടെ യാത്രയയപ്പ് പ്രസംഗത്തിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു അപ്രതീക്ഷിതമായ പ്രശംസ മൻമോഹൻ സിംഗിനെ തേടിയെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും പ്രതിയോഗികളെ ഒരു മയവുമില്ലാതെ കടന്നാക്രമിക്കുന്ന ഒരു മോദിയെ മാത്രമേ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയെ പല്ലും നഖവും ഉപയോഗിച്ച് തന്നെ അദ്ദേഹം വിമർശിക്കാറുമുണ്ട്. പക്ഷെ മികച്ച പാർലമെന്റേറിയന്മാരെ അഭിനന്ദിക്കുന്നതിൽ ഒരിക്കലും മോദി പിന്നോട്ട് നിന്നിട്ടില്ല. പല നേതാക്കളെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയും, പലപ്പോഴും രാജ്യം മറന്നുപോയ നേതാക്കളെ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മിക്കാറുണ്ട്. അവരുടെ ഒരു സംഭാവനയെക്കുറിച്ച് രാജ്യത്തോട് വിളിച്ച് പറയാറുമുണ്ട്. അതിൽ അദ്ദേഹം കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നും നോക്കാറില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. പലപ്പോഴും വ്യക്തിബന്ധത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരാൾ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രത്യയശാസ്ത്രത്തോട് മാത്രമേ വിമർശനവും വെറുപ്പും ഒക്കെ ആകാവൂ, അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന ഒരു സന്ദേശം കൂടി മോദി ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.